മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ പുസ്തകത്തിൽ വിവാദം കൊഴുക്കുന്നു. പുസ്തകം പുറത്തിറക്കിയിട്ടില്ലെന്ന് പെൻഗിൻ ബുക്സിന്റെ വിശദീകരണം. സംഭവത്തിൽ ഗൂഢാലോചന സംശയിച്ച് ദില്ലി പോലീസ്. അതേസമയം നരവനെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കാണാം. അതിനുശേഷം വാർത്തകളുമായി ശരണ്യ പൊയ്യേരി. പുസ്തകത്തെ ചൊല്ലി വിവാദം കനത്തതോടെയാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. എം നരവനെയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാണ് പെൻഗ്വിൻ ബുക്സ് വിശദീകരിച്ചത്. പകർപ്പവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടി വേണമെന്നും പ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കി. പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതികരണം. സംഭവത്തിൽ ഗൂഢാലോചനയടക്കം സംശയിക്കുന്നതായാണ് ദില്ലി പോലീസ് നൽകുന്ന സൂചന. അതേസമയം എം നരവനെയാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. Either Mr. Naravane is lying and I believe the army chief. Okay, I don't think he will lie, or Penguin is lying. Somebody needs to, both cannot be telling the truth. Penguin is saying something, they're saying the book is not being published, right? The book is available on Amazon. General Naravane has tweeted, as I just read to you, that please buy my book. And I think he tweeted that in 2013, if I'm not mistaken. Sorry, 2023. വിവാദങ്ങളിലെ പുകമറ നീക്കേണ്ടത് പെൻഗ്വിൻ ബുക്സ് ആണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പ് രാഹുൽ ഗാന്ധി സഭയിൽ ഉയർത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കൈരളി ന്യൂസ്, ദില്ലി.